പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ വീണ്ടും ട്രംപറ്റ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നിങ്ങളുമായി അല്പസമയം ദൈവവചനം പങ്കുവെക്കുവാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് മഹത്വം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസറിൻ്റെ ഉയർപ്പ് ഒരു പ്രതിവാദി വശ്യമായി ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവെ ആഴമായി സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ബഥാനിയിലെ ലാസറിൻ്റെ ഭവനം. ലാസറിൻ്റെ 2 സഹോദരിമാർ മാർത്തയും മറിയയും. ആ മാർത്തയും മറിയയും ലാസറും അവർ 3 പേരടങ്ങുന്ന ആ ഭവനം. യേശു ആ ഭവനത്തിൽ വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെയും ദൈവവചനം കേൾക്കുവാനുള്ള ഒരു താല്പര്യം ആ ഭവനത്തിലുള്ളവർക്ക് ഉണ്ടാകുവാനിടയായി. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശു ഏറെ സ്നേഹിച്ച ആ ഭവനത്തിനകത്ത് പെട്ടെന്ന് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഭവനം മാറ്റപ്പെടുവാനിടയായി. ആ വീട്ടിലെ ഏക ആശ്രയമായിരുന്ന ഏക ആന്തരിയായിരുന്ന ലാസർ മരിക്കത്തക്ക ദീനം പിടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച. ആ സഹോദരിമാർ ആളെ വിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശു അത് കേട്ടപ്പോഴേ ഓടിച്ചെന്നു എന്നുള്ളതല്ല, അവിടെ ഇരുന്നിടത്ത് നിന്നാൻ പിന്നെയും ഇരുന്നു. അതിനുശേഷം ശിഷ്യന്മാരോട് പിന്നീട് യേശു പറയുവാനിടയെ നമുക്ക് പോകാം, ലാസറിനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് സമയമായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും കൂടെ ബഥാനിയിലെത്തി. അവിടെ ചെന്നപ്പോൾ അന്തരീക്ഷം വേറെയാണ്. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. ഒത്തിരി യഹൂദന്മാർ അവിടെ കൂടി നിൽപ്പുണ്ട്. ആ ഭവനവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെയുണ്ട്. യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അവങ്കിലേക്ക് പതിഞ്ഞു. പല അഭിപ്രായങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞ് കാണും. യേശു സ്നേഹിച്ച ഭവനമായിരുന്നിട്ട് കൂടി ശവോടകർ പോലും യേശു ആ വഴിക്ക് വന്നില്ല എന്നൊക്കെ പല കമൻറ്റുകൾ നമ്മളൊരു പക്ഷേ ആ ഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സംഭവം കാണുമ്പോൾ നമുക്ക് ചിന്താമണ്ഡലത്തിൽ കടന്നു പോകും. എന്തുമാകട്ടെ, യേശു ആ വീട്ടിലേക്ക് വന്നപ്പോൾ അതുപോലെ മാർത്ത കരഞ്ഞുകൊണ്ടിരുന്ന സഹോദരി ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് അവളും പറയുകയാണ്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മറിയയെയും വിളിപ്പിച്ചു. മറിയയോട് ഓടിച്ചെന്ന് മാർത്ത പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. മറിയയും ഓടിച്ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അവർ രണ്ടുപേരും പറയുന്ന ഒരു വാക്ക് അവിടെ ശ്രദ്ധിക്കണം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ അവൻ മരണപ്പെട്ടുപോയി. ഇനി അവനെ ഉയർപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇനി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും കഴിയത്തില്ല. 4 ദിവസമായി. മരിക്കുക മാത്രമല്ല, മരിച്ചിട്ട് കല്ലറയിൽ വെച്ചു. 4 ദിവസമായി നാറ്റം വെച്ചു. ഒരു ഭൗതിക ശരീരം അടക്കം ചെയ്താൽ നേരത്തോട് നേരം കഴിയുമ്പോൾ അതിന് നാറ്റം വെക്കുവാൻ തുടങ്ങും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് 4 ദിവസമായി ശരീരം അഴുകുവാൻ തുടങ്ങി. പ്രിയമുള്ളവർ, യേശുവമ്പുരാൻ പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയാകും. അങ്ങനെ യേശു അവൻ്റെ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. അവൻ എവിടെയാണ് വെച്ചത് ചോദിച്ച് അവർ കൊണ്ട് കാണിച്ചു. എന്നാൽ ലോകത്തിൽ ആരും പറയാത്തൊരു കാര്യം യേശുവമ്പുരാൻ അവിടെ പ്രഖ്യാപിക്കുന്നു, കല്ല് നീക്കുവീൻ. അവനെ അടക്കം ചെയ്ത ഗുഹയുടെ വാതിക്കൽ ഉരുട്ടിവെച്ച കല്ല് നീക്കം ചെയ്യാൻ യേശു കൽപ്പിച്ചു. ആ ഒരു വാക്ക് പലർക്കും ആശ്ചര്യമുണ്ടായി. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ പോലും ഞെട്ടിപ്പോകത്തക്ക നിലയിൽ യേശുവമ്പുരാൻ പറയുന്നു, കല്ല് നീക്കുവീൻ. പലരും പറഞ്ഞു, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, എന്തിനാണ് ഇനി കല്ല് നീക്കുന്നത്? ഇനി അവൻ്റെ ഭൗതിക ശരീരം കാണാൻ കഴിയത്തില്ല, അഴുകിത്തുടങ്ങി, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. യേശുവമ്പുരാൻ പറയുകയാണ്, കല്ല് നീക്കുവീൻ. പ്രിയമുള്ളവരെ, ആ വാക്ക് കേട്ട ഉടനെ കല്ല് അവർ നീക്കി. അടുത്തത് യേശു
എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവനെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യം പഠിക്കുമ്പോൾ കല്ലറയ്ക്കകത്തേക്ക് നോക്കിക്കൊണ്ട് യേശു ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന ഗംഭീര ശബ്ദത്തോടെ വിളിച്ചപ്പോൾ അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം. മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവരല്ല പുറത്തു വന്ന്, മരിച്ചവൻ പുറത്തു വന്നു. എന്നിട്ട് യേശു പറയുകയാണ്, അവൻ്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയിരുന്നു, മുഖം റുമാല കൊണ്ട് മൂടിയിരുന്നു, അവൻ്റെ കെട്ടഴിപ്പി, അവൻ പോകട്ടെ. അവൻ്റെ കെട്ടഴിപ്പി അവനെ മുറുക്കി കെട്ടി, അടിതൊട്ട് മുടി വരെ കെട്ടി, അവനെ വസ്ത്രം ധരിപ്പിച്ചു, വെള്ളവസ്ത്രം ധരിപ്പിച്ചു, മുഖം റുമാല കൊണ്ട് മൂടി ഒക്കെ ചെയ്തു. പക്ഷേ തമ്പുരാൻ പറയുന്നു, ആ ശരീരത്തിലെ കെട്ടഴിക്ക് അവൻ പോകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സംഭവത്തിലൂടെ, ഈ വചനത്തിലൂടെ എനിക്ക് നിങ്ങൾ പറയുവാനുള്ളൊരു കാര്യം, യേശുദമ്പുരാൻ പറയുന്നു, അവൻ്റെ കെട്ടഴിപ്പ് അവൻ പോകട്ടെ. അകത്ത് കടന്നതിനെ പുറത്ത് കൊണ്ടുവരിക മാത്രമല്ല, പുതിയൊരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ യേശുദമ്പുരാൻ ശക്തനായ ദൈവമാണ്. അവൻ പോകട്ടെ എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം മാത്രമല്ല, വിടുവിച്ചിട്ട് നമ്മെ അകത്തിരുത്തുന്ന ദൈവം മാത്രമല്ല, നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, സമൂഹത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന, അനേക വേദികളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന, ശുശ്രൂഷ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന, അത്ഭുത സാക്ഷ്യത്തിനുടമകളാക്കി നമ്മെ തീർക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കെട്ടഴിച്ചു. ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. കല്ലറയിലേക്ക് പോയപ്പോൾ വിലാപത്തിൻ്റെ പാട്ടുകളൊക്കെ പാടി കല്ലറയിലേക്ക് പോയി, അവൻ്റെ ഭൗതിക ശരീരത്തിൽ മണ്ണിട്ടു, അടക്കം ചെയ്തു. ഇനിയും അവിടെ വെച്ച് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യേശുദമ്പുരാൻ പറയുന്നു, അവൻ്റെ കെട്ടഴിപ്പി. കാരണം അവനെക്കുറിച്ചുള്ള പദ്ധതി അവസാനിച്ചിട്ടില്ല. അവനെ പന്തിയിലിരുത്തണം, അവനെ ശ്രേഷ്ഠന്മാരുടെ നടുവിലിരുത്തണം, ഉന്നതന്മാരുടെ കൂട്ടത്തിൽ അവൻ്റെ പേരും എഴുതി ചേർക്കണം. എന്നെ കേൾക്കുന്ന മത്സരമുള്ള പ്രിയ ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഇനിയും ഒരു വിടുതലില്ല, ഇനിയും ഒരു റിക്കവറില്ല, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല എന്ന് വിധി എഴുതുമ്പോൾ, നമ്മുടെ വിധിയെ മാറ്റി എഴുതുന്ന, നമ്മുടെ വിധിയെ തിരുത്തി എഴുതുന്ന, നാം എഴുതിയ വിധികളെ തിരുത്തി എഴുതുന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ വിധിക്ക് കൊടുക്കുന്നവനല്ല, നമ്മുടെ വിധി മാറ്റി എഴുതുന്നവനാണ്. നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതുന്നവനാണ്, നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. കാരണം ലാസറിൻ്റെ ജീവിതത്തിലെ ഒരധ്യായം അടഞ്ഞു, പുതിയൊരു അധ്യായം അവിടെ എഴുതി ചേർക്കപ്പെടുകയാണ്. അപ്പോൾ അവിടുത്തെ VIP യേശുദമ്പുരാൻ കഴിഞ്ഞാൽ ലാസറാണ്. 11-ാം അധ്യായം പഠിക്കുമ്പോൾ മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബഥാനി എന്നറിയപ്പെട്ടെങ്കിൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാടിൻ്റെ പേര് പോലും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയ. മരിച്ചവൻ്റെ പേരിൽ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ചവൻ്റെ പേരിൽ, യേശു ഉയർത്തെഴുന്നേറ്റവൻ്റെ പേരിൽ, ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ പേരിൽ നാടറിയപ്പെട്ടു. 12-ാം അധ്യായം പഠിക്കുമ്പോൾ ലാസർ യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു. കല്ലറയ്ക്കകത്ത് കിടക്കേണ്ടവൻ, അസ്ഥിമഞ്ജരമായി മാറേണ്ടവൻ, മണ്ണോട് പഴുകിച്ചേരേണ്ടവൻ, അവനെ പിന്നെയും സമൂഹത്തിന് മധ്യയിലേക്ക് കൈപിടിച്ചിറക്കിയ കർത്താവ്, ശുശ്രൂഷക തലത്തിലേക്ക് കൈപിടിച്ചിറക്കുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തിന് പ്രതികൂലം വരുമ്പോൾ, മാറാരോഗങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ശൂന്യത വരുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല പ്രിയമുള്ളവരെ നമുക്കുള്ളത്. നമ്മെ പുതിയൊരു തലത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ, പുതിയൊരധ്യായം നമ്മുടെ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ, ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ഈ ലഘു സന്ദേശത്തിന് അവസാനം കുറിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾക്കപ്പുറത്ത്, മറ്റുള്ളവരുടെ കണക്കൂട്ടലുകൾക്കപ്പുറത്ത് നമ്മെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. എന്തിനാ പുറത്തു കൊണ്ടുവന്നേ? കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ, യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയാൻ, യേശു കാണിച്ച കരുണയെക്കുറിച്ച് പറയാൻ, യേശുവിനെ അറിയാത്തവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് വെച്ച് യേശു എന്നെ വിടുവിച്ചു,
എന്ന അത്ഭുത സാക്ഷ്യം പറയുവാൻ. അതിനുവേണ്ടി നമുക്കൊന്ന് ഒരുക്കപ്പെടാം. ലാസറിൻ്റെ ഉയർപ്പ് ചരിത്രപ്രസിദ്ധമായി അത് മാറിയെങ്കിൽ, വിശുദ്ധ തിരുവചനത്തിനകത്ത് ആധികാരികമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതം തകർന്നിരിക്കുവാനല്ല, നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും മാനസികമായി തകർന്ന് ഇനി ഞാൻ എന്തു ചെയ്യും, ആശ്രയിക്കാനൊരു വഴിയുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ, പ്രിയ സുഹൃത്തേ, ഇല്ല, താങ്കളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുവാൻ കർത്താവിന് കഴിയും. അതേ, ചരിത്രത്തെ മാറ്റി എഴുതുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ ദൈവം മാനിക്കട്ടെ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു.